ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന ഒരു സോങ് ആണ്. അപ്പൊ ഇത് നമ്മൾക്ക് സജഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്, 1-2 വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഈ സോങ്ങിനെ പറ്റിയിട്ടും ഈ മൂവിനെ പറ്റിയിട്ടും പറയുമ്പോൾ അത്രയും എന്താ പറയാ, ഒരുപക്ഷെ ആ സമയത്ത് 1, 2, 3 പ്രാവശ്യമൊക്കെ നമ്മൾ പോയി കണ്ടൊരു പടമായിരുന്നു. അത് കൂടാതെ വലിയ സ്റ്റാർ കാസ്റ്റ്. നമുക്കറിയാം, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ഫഹദ് ഫാസിൽ, നസ്രിയ, അങ്ങനെ വലിയ അവര് മാത്രല്ല, പിന്നെയും കുറെ ആൾക്കാരുണ്ട്. വലിയ താരനിരയിൽ വന്ന സിനിമ. അത് മാത്രല്ല, ഇത് ബാംഗ്ലൂരിലായാലും അല്ലെങ്കിൽ പുറത്തും, അതായത് മൊത്തത്തില് അല്ലെ എല്ലാ സ്ഥലത്തും, അതായത് ഔട്ട്സൈഡ് കേരളയിൽ ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു പടമായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ബാംഗ്ലൂർ ഡേയ്സിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ അകത്ത് സോങ്സും അങ്ങനെ തന്നെ അല്ലെ, ഭയങ്കര എന്റർടൈൻമെന്റ് പടമാണ്, മൊത്തത്തില് അടിച്ചു പൊളിക്കാൻ പറ്റിയ പടം. അപ്പൊ അതിന്റെ എല്ലാവരെയും നമ്മൾ ആ യൂത്ത് സ്റ്റാർസ് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് എന്താ പറയാ, നമുക്ക് വല്ലാണ്ടൊരു കോമ്പിനേഷൻ ഉണ്ടായി കളഞ്ഞു. അതിൽ ഏറ്റവും നന്നായിട്ട് കോമഡി ചെയ്തത് നിവിൻ പോളി ആയിരുന്നു. കാരണം ആ സമയത്ത് മെയിൻ കോമഡി ആക്ടറെ വെക്കാണ്ട് നിവിൻ പോളി തന്നെ മാക്സിമം അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ചെയ്തിട്ടുണ്ടായിരുന്നോണ്ട് തന്നെ നമുക്ക് നിവിൻ പോളിയുടെ ക്യാരക്ടറിന് ഒരു ചെറിയൊരു ഇഷ്ടം കൂടുതലാണ്. കുട്ടൻ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം. നമുക്ക് ഈ പാട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കും, നമ്മൾ സജഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ചങ് സബ്സ്ക്രൈബർ ആയിട്ടുള്ള അഭിഷേക് രവീന്ദ്രനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ആരോ ഒരാളിങ്ങനെ നമ്മളുടെ ചാനലിൽ കിടന്ന് ഇങ്ങനെ കുറച്ചധികം കളിക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല, അതായത് നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ്. നല്ല തന്നെയാണ് ആക്ച്വലി. കണ്ടോളൂ, ഇനിയും കണ്ടോളൂ. അപ്പൊ ആ കമന്റ് കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഈ പാട്ട് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നി. ഈ പാട്ടിനെ നശിപ്പിക്കരുതെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണെങ്കിൽ അത് കാണുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര പുളകിത ഗാത്രനാകുമല്ലോ. അപ്പൊ അതും കൂടി അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ പറയാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നമുക്ക് നേരെ പോവാം, പാട്ടിലോട്ട് പോവാം അല്ലെ. തുമ്പിപ്പെണ്ണെ, ഗോപി സുന്ദർ മ്യൂസിക്, നമ്മളെ ഇഷ തൽവാർ നല്ല ലുക്കിൽ വന്നിട്ടുള്ള സോങ് അല്ലേ. നല്ല ലുക്കായിരുന്നല്ലേ, അവിടെ കോംബോ ഓൾറെഡി ഹിറ്റ് അല്ലേ. നല്ല രസമായിരുന്നു കാണാൻ. യെസ്, തുടങ്ങിയാലോ? ബാംഗ്ലൂർ ലൊക്കേഷൻ. ഗെയിം ലുക്ക്. സ്റ്റൈൽ മൊത്തം മാറ്റുന്നല്ല, ലുക്ക് മാറ്റും. പട്ടിഷോ ഉണ്ട്. എല്ലാം നിഷ്കളങ്കതയുണ്ട്. മുഖമൊക്കെ ഉണ്ടോ പേടിച്ചിട്ട്?
അപ്പൊ ഇത് എന്താ പറയാ, ഇതിനകത്ത് കൂടുതൽ ഭംഗി വരാൻ കാരണം എന്ന് വെച്ചാൽ വോയിസ് ആണ് പാടിയിരിക്കുന്നത് അല്ലെ. കാരണം എന്ന് വെച്ചാൽ സിദ്ധാർത്ഥ് മേനോനാണ്. അപ്പൊ അതുകൊണ്ട് യൂഷ്വൽ സൗണ്ട് അല്ല നമ്മളെപ്പോഴും കേൾക്കുന്ന ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അത് ആ ക്യാരക്ടറുമായിട്ട് യോജിക്കുന്ന രീതിയിലുള്ള ക്യൂട്ട്നെസ്സും ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കോമിക്കൽ ആ ഒരു ഇതിലും കൂടിയാണ് ഫസ്റ്റ് പാടിക്കുക. ആ ഫസ്റ്റ് തുമ്പിപ്പെണ്ണ എന്ന് പറഞ്ഞ വോയിസ് മോഡുലേഷൻ വ്യത്യാസമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നല്ല ക്യൂട്ടിലോട്ട് പോവാണ്. പിന്നെ ആണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കോംബോ നമ്മൾ തട്ടത്തിൻ മറയത്ത് കണ്ടതാണ്. ആ സമയം ഏകദേശം അതിനകത്തുള്ളൊരു ക്ലീൻ ഷേവ് ലുക്ക് തന്നെയാണ് ഇതിനകത്ത്. പക്ഷെ ഇഷാ തൽവാർ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഭയങ്കര ഒരു മോഡേൺ ഇതിനകത്തുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അത് കാണിക്കുമ്പോൾ നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. നല്ല രസം, അവരുടെ കോംബോ നല്ല രസമാണ്. ഓൺ സ്ക്രീനിൽ കാണാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, ആ കോമിക്കൽ, അതായത് നമ്മളെ നിവിൻ പോളിയുടെ കുറെ ആ നിഷ്കളങ്ക ചിരിയും പിന്നെ അതുപോലെ തന്നെ ഒന്നും അറിയാത്ത സംഭവങ്ങൾ, കുറെ സാധനത്തിൽ പുതിയതായിട്ട് പഠിക്കുന്ന എല്ലാ മുഖത്തെ എക്സ്പ്രഷൻ കാണാനും എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു കോംബോ ഗെയിം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവരെ മൂന്നുപേരും കൂടി. അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു യൂത്ത് ആയിട്ടുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒരു മൂവി. അതും എന്താ പറയാ, ആ സമയത്ത് അഞ്ജലി മേനോൻ ഇപ്പൊ കുറെ ക്രിറ്റിസിസംസ് കിട്ടുന്നുണ്ട്. ഇപ്പോ ഈ വണ്ടർ വുമൺ എന്ന് പറയുന്ന മൂവി ഇറങ്ങിയ സമയത്ത്, പക്ഷെ നമുക്കറിയാം ആ സമയത്ത് ആഘോഷിച്ച ഒരു ഡയറക്ടറും കൂടിയാണ് അവര്. പ്രേക്ഷകരുടെ പൾസറിഞ്ഞെടുക്കാന്നൊക്കെ പറയില്ലേ, മൊത്തം എൻജോയ്മെന്റ് ആണ് പടത്തിന്റെ അവസാനം വരെ. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടി, ഇന്ന് സിനിമാറ്റോഗ്രാഫി ചെയ്ത സമീർ താഹിർ, കിട്ടിലും വിഷ്വൽസും ആണല്ലേ, മ്യൂസിക് ഗോപി സുന്ദർ. പിന്നെ എന്താ പറയാ, മൊത്തത്തിൽ എല്ലാം നന്നായിട്ട് വന്നുകൊണ്ടാന്ന് തോന്നുന്നു. ആ പാട്ട് തന്നെ ഭയങ്കര രസമുണ്ട്, പടവും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കാണുന്നത്, പക്ഷെ എന്നാലും അതിനകത്ത് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഈ മൂവിയുടെ എൻഡ് എന്ന് പറയുന്നതും നമുക്ക് എന്താ പറയാ, കുറെ ട്വിസ്റ്റ് സംഭവങ്ങളൊക്കെ തന്നിട്ട് ഒരു ഇമോഷണലി മാസ് എല്ലാ സംഭവം റൊമാൻറ്റിക് എല്ലാം ഉണ്ട് ഓരോരാക്കും. അതായത് നസ്രിയ കൊണ്ടുവന്ന കുറച്ച് റൊമാൻറ്റിക് ട്രാക്ക് ആണെങ്കിൽ ദുൽഖർ കൊണ്ടുവന്ന കുറച്ച് മാസ് പ്ലസ് കുറച്ച് ഇമോഷണൽ ട്രാക്ക് ആണ് അല്ലെ. പിന്നെ എന്താ പറയുക, ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് സ്റ്റൈലിഷ് ഉണ്ട്, ദുൽഖറിന് സ്റ്റൈലിഷ് ഉണ്ട്. ഇപ്പുറത്തെ നിവിൻ പോളി വരുമ്പോൾ കുറച്ച് നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു സംഭവം. 3 പേരും 3 ട്രാക്കിലൂടെയാണ് പോകുന്നത്. അപ്പൊ എല്ലാ സംഭവങ്ങളും. അപ്പൊ എന്തായാലും നമ്മള് ഈ സോങ് സജസ്റ്റ് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബറിന് ഒരു ബിഗ് തംസ് അപ്പ്. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് ഏതെങ്കിലും സോങ്സ് നമ്മൾ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മൂവിയിൽ എന്തെങ്കിലും എക്താത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.